എന്താണുള്ളത്? എന്താ ഉള്ളത് നമുക്ക് തുറക്കുമ്പോൾ കാണാം ഗൈസ്. ഈ കല്ല് വേണമല്ലോ. കല്ല് പൊട്ടിട്ടാണ്. പഴയതാണോ? ഒരു കൊല്ലം മുഴുവൻ ഇത് മുറ്റത്തിടുന്ന മഴ നനഞ്ഞതാ. അപ്പൊ ഞാനെനിക്ക് കഴിഞ്ഞ കൊല്ലം പൊട്ടിപ്പൊളിച്ച് അടുപ്പയിലേക്ക് വന്നത്തെ എല്ലിമുളയാണല്ലോ പൊട്ടിച്ച് കഴിഞ്ഞപ്പോ ഈച്ച. ഞാൻ എന്നിട്ട് അതുപോലെ തന്നെ കെട്ടി ഇവിടെ വെച്ച്. പിന്നെ അവരത് തേനെടുക്കാതെ ഈച്ച. അത് പയ്യെ പയ്യെ കൊത്തി കൊത്തി കൊത്തി. ഇതിന്റെ എക്സ്പ്ലനേഷൻ തരൂ. എന്നിട്ട് ഇത് എങ്ങനെയാ ഉണ്ടാവണേ? ഇത് റബ്ബറിന്റെ പൂവിൽ നിന്ന് തേൻ കൊണ്ടുവന്നിട്ട് റബ്ബറിന്റെ തന്നെയല്ലേ അവര് വരാൻ. ഇതെന്ത് മരാന്ന്? മുളയാ? ആ ഇല്ലിമോളെ വാ ഇല്ലിയുടെ ഇല്ലിയില്ലേ? എന്നിട്ട് കുഞ്ഞുങ്ങളും ഉണ്ടായി കഴിയുമ്പോ അതങ്ങടെ പയ്യെ പോ. എക്സ്ക്യൂസ് മീ. ഭയങ്കര മെഴുകുന്നുണ്ട്. പിന്നെ കൈ കാട്ട്. ഇതാണ് ഏതോ കുഞ്ഞ് മുട്ട. അത് എടുത്തിരി. ഇത് മുട്ട വെട്ടേക്കണത്. ഇത് ഇനി പിരിഞ്ഞ് മെഴുകാക്കി വെച്ചിരുന്നുണ്ട്. ഇത് പൊട്ടിച്ച് ഇതിൻ്റെ അകത്ത് തേനെടുക്കണുണ്ട്. എടി ഇത് സ്പൂൺ എന്തെങ്കിലും എടുത്തുണ്ടോ? സ്പൂൺ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അതാ ഇത് പൂമ്പൊടി അത്ര ഉള്ളു. പൂമ്പൊടി തേനൊക്കെ അത് കുടിച്ച് കുറച്ച് ഇത് പൂമ്പൊടിയൊക്കെ. പക്ഷെ ഇത് പറ്റി തുടങ്ങി. നമ്മളിങ്ങനെ ഞെക്കുമ്പോഴേക്കും ഇങ്ങനെ വീണ്ടത്. ഇത് ഞാൻ അടിച്ചു വെച്ചേക്കാം. ഇത് കഴിഞ്ഞാൽ മുട്ടയതൊന്നും നേരത്തെ എടുക്കണമായിരുന്നു. ഇപ്പം ഈ വെയിലായില്ലേ, ഇപ്പം നിങ്ങൾ കുടിക്കുക അവിടെ ഇരിക്കുന്നത് വലിച്ചു കുടിക്കും. ചെറുതേനല്ലേ? ഇത് എടുക്കുന്ന സമയത്ത് എടുക്കുകയാണെങ്കിൽ ഇച്ചിരി തേൻ കിട്ടിയല്ലോ. ഇത് സമയമൊക്കെ കഴിഞ്ഞു പോയില്ലേ. ഇപ്പം ഇല ഒഴിഞ്ഞിട്ട് ഇപ്പം എല്ലാം തുഞ്ഞി പൂവുണ്ടാവും. അന്നേരം ഈ പൂവിൻ്റെ പൂമ്പൊടിക്ക് നല്ല ടേസ്റ്റ് ആട്ടെ. ചേട്ടാ കഴിച്ചു നോക്കിയ നാച്ചുറലാ. നാച്ചുറൽ പിള്ളേരെ പുറകെ ഈച്ചടങ്ങി മുട്ടയിലാണ് പൂമ്പൊടി. ഇതാണേ ഊർന്ന് തന്നെയാണ്. ഞങ്ങളുടെ അപ്പച്ചി മരിക്കുന്നതിന് മുമ്പ് ഇവിടെ മുള ഇല്ലേ, ബാമ്പൂല് വെച്ചിരുന്നതാണ് തേൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറേ നാളായിട്ട് എടുത്തിട്ടൊന്നും ഉണ്ടായില്ല. ഒരു 3-4 വർഷം ഉണ്ടാവില്ലേ? നമ്മുടെ കല്യാണത്തിന് മുമ്പല്ലേ? 4 വർഷം ഇത് കുറേ നാളായിട്ടാ ഉണ്ടാവുന്ന വിചാരിച്ചില്ല, കളഞ്ഞതാണ്. പക്ഷെ ഇതിൽ തേനുണ്ടായിരുന്നു. നോക്കി നല്ല രസം. തേൻ കാണിച്ചത് ഏതെടുക്കുക? പൂമ്പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ചെറുതേനാ? ഇത് ചെറുത്. ഇതിനകത്തേക്ക് തേനുണ്ട് കേട്ടോ. മൊത്തം വായിലേക്കാണല്ലേ? മൊത്തം വായിലിക്കണ. ഇത് മുട്ടയാണോ അതോ പൂമ്പൊടിയോ? പൂമ്പൊടി ഉണ്ട്. പൂമ്പൊടി എടുക്കാൻ ലേറ്റ് അല്ലേ? മുട്ട
മുട്ട അതിന്റെ കുഞ്ഞാണ്. ആ അതിന്റെ തലയുടെ മേളിക്കടി ഈച്ചു കൊടുക്കണോ? ഇത് പൂമ്പൊടി. ഈ പൂമ്പൊടി കൊണ്ടൊക്കെ ഏതാണ്ടൊക്കെ ഉണ്ടാക്കും. ഇതേ ഇല്ലിമുളകിൽ അപ്പിച്ച് വെച്ചാൽ ഒരു 4-5 വർഷം ഉണ്ടാവില്ലേ? അതുകൂടെ ഉണ്ടോ? കൂടുതലായിട്ടുണ്ടാവും. പൂമ്പൊടി തിന്നും. ഈ പൂമ്പൊടിക്കും പുളിയാ. ചെറുതേൻ. ഇതിനാണ് ചെറുതേൻ എന്ന് പറഞ്ഞല്ലേ? അത് വലുതായി 2 വലിയ തന്നെയാണ് ഈച്ചാല. പക്ഷെ ഇത് ഇത് കുറെ കഴിഞ്ഞു പോയി. ഇത് ആദ്യം എടുക്കണമായിരുന്നു. ഇതുങ്ങൾ കുടിക്കും തേന വേനലായി കഴിഞ്ഞാൽ. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഹാർവെസ്റ്റ് ചെയ്യണ തേൻ. ഈ വട്ടക്കുഴിയിൽ ഇപ്പൊ ഒരു ഇതിൽ വെച്ചിട്ടുണ്ടല്ലോ അമ്മേ, പെട്ടിയില് വട്ടക്കുഴിക്കാരുടെ പറമ്പില്. അയ്യോ അത് ചെറുതാനല്ലേ? തേൻ്റെപ്പാ ചെറുതേൻ. നിങ്ങളുടെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് ആട്ടോ. ശർക്കരക്ക് തേക്കും. പിന്നെ ഇങ്ങനെ ഒഴുക്കി അതിലേക്ക്. എന്നാ നീ എങ്ങനെ നെക്കി ഇങ്ങനെ നെക്കടാ. ഇത് നെക്കിയിട്ട് കുടിക്കും. ഇങ്ങനെ ഞെക്കിപ്പിച്ച് വായിലേക്ക് ഒഴിക്കാം. ഭംഗിയാവും. സൂം ചെയ്യട്ടെ. ക്ലിയറാണോ? കളിക്കണ്ട. ചെറുതേൻ്റെ മുളയുടെ ഉള്ളില് മുളല്ലേ മുളയുടെ ഉള്ളിൽ പണ്ട് അപ്പച്ചി വെച്ചിട്ട് പോയതാ. അപ്പൊ ഈ പപ്പയുടെ അച്ഛൻ അപ്പൊ ഇന്നുള്ള പറഞ്ഞു ഞാൻ അതിട്ട് കാണട്ടെ ഈ സാധനം. ഇവള് പറഞ്ഞു ചേട്ടാ ഇതിനകത്ത് തേൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അത്ര ഉറപ്പുണ്ടായില്ല. ഫുഡ് ചെയ്യപ്പെടല്ലോ നിങ്ങൾ വീടുണ്ട് അതിനകത്ത് തേനൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കല്യാണം 4 വർഷം കഴിഞ്ഞു. മാറ്റിട്ടേക്കുവായിരുന്നേ. തേനീച്ച തലയുടെ മേടിക്കൂടെ പറക്കണ കാണാം. ഞാൻ തേനെ പോലിട്ടുണ്ടോ തേനീച്ചനെ? ഞാൻ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ചെറുതേൻ ഞാൻ ഫുള്ള് തേൻ പറക്കാണ്. ആ ശർക്കര പോലെ. ഇനി ഇത് നമ്മളെ വീട് അടച്ചു വെച്ചില്ലേ? ഇനി 1 ഇയർ കഴിയുമ്പോൾ വീണ്ടും ഉണ്ടാവോ? 1 വർഷമാണല്ലോ എൻ്റെ ഇത്. കേട്ടോ അവള് എടുക്കണേ കേട്ടോ. മറ്റേ സ്ഥലത്ത് മറ്റേ ഒളിച്ചു വരുന്നത് ഇത് കൊറേ കരടൊക്കെ ചാടിയിട്ട് അതിനകത്ത് അവിടെ ബൂം ബാങ്ക് കണ്ടേ നീ? കരടൊക്കെ ചാടിയിട്ടുണ്ട്. ഇത് നീ അരിച്ചെടുക്കണം. തേനീച്ച തേനീച്ചയുടെ കൊത്ത് കുറെ കിട്ടി. ഇത് എന്തൂരം വന്നേക്കണത് തേൻ കയ്യിലിരിക്കണുണ്ടാവും. പക്ഷെ ഇത് പണ്ടുണ്ടല്ലോ ഞങ്ങള് കലത്തിന് തുളയൊക്കെ വരും. ഈ ക്ലോറിൻ വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ട് അമ്മച്ചി ഈ സാധനം അതിന്റെ അടിയിൽ വെച്ച് അടക്കണൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്.